വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു മധുരം ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഇത്. കേക്ക് ബേസ് ആയിട്ട് വരുന്ന, അതായത് ഒരു ഫഡ്ജി ആയിട്ടുള്ള ഒരു കേക്ക് ബേസ് ആയിട്ട് വരുന്ന ഒരു പുഡിംഗ് ആണ്. നിങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബേസ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബേസ് ഒരു ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള വലിയ കോഴിമുട്ടയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ കളർ മാറി ഒരു ക്രീമിഷ് വൈറ്റ് കളറായി വരുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഈ പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് മുട്ട വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതിനൊക്കെ ഫ്ലേവർ ഉള്ളത് കാരണം അത് ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് ആ ഒരു ഫ്ലേവർ വരും. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പാല് ഞാൻ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ആ മുട്ടയുടെ മണമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ബീറ്റർ ഒന്ന് ഓണാക്കാം. സ്പീഡ് നമ്പർ 1-ലിട്ടിട്ട് ചെറുതായി ഒന്ന് കറക്കിയാൽ മാത്രം മതി. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. 1 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പിൻ്റെ 1/3 ഭാഗമാണ്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിടുന്നുണ്ട്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. അരിപ്പയിലൂടെ ഞാൻ ഇടഞ്ഞിട്ടാണ് ഈ ഒരു മിക്സ്ചർ നമ്മുടെ വെറ്റ് മിക്സ്ചറിലേക്ക് ചേർക്കുന്നത്. ആദ്യം പകുതിയോളം ഞാൻ അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ടോ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ല ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് പ്രഷറൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ടൊന്നും മിക്സ് ചെയ്യരുത്. അപ്പം കൂടുതലായിട്ട് എയർ ബബിൾസ് ഇതിലേക്ക് കയറിപ്പോവും. ചെറുതായിട്ട് ഒരേ മോഷനിൽ ഇതുപോലെ റൗണ്ടിൽ കറക്കിയാൽ മാത്രം മതി. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം മിക്സ് ചെയ്തെടുത്ത പോലെ തന്നെ ആ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ സ്പാച്ചില ഉപയോഗിച്ചിട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറും കൂടും. അതുപോലെ തന്നെ ഫ്ലേവറും നല്ലോണം എൻഹാൻസ് ആവും. ചോക്ലേറ്റ് ഫ്ലേവറിനെ നന്നായിട്ട് ഈ ഒരു കോഫി ഫ്ലേവർ എടുത്ത് കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വിടാതെ ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കോഫി ചേർക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നുള്ളതാണ്. പിന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 5/8 ഒരു ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം സെറാമിക് പാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ടിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിനടിയിൽ ഒരു പീസ് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്തിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒരുപാട് നിറച്ച് ഒഴിക്കരുത്. ആ ഒരു കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗത്ത് ഒക്കെ ഒഴിച്ചാൽ മതി. കാരണം ഈ കേക്ക് റൈസായിട്ട് വരും. അപ്പോൾ അതിനുള്ള സ്പേസും കൂടെ നമ്മൾ ലീവ് ചെയ്യണം. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഓവണ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി നമുക്ക് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഇത് ഓവണിൽ ബേക്ക് ചെയ്തിട്ടെടുക്കാം. എൻ്റെ ഓവണിൽ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടെടുത്തുള്ളത്. ആ ഒരു സമയത്ത് തന്നെ ടൂത്ത് പിക്ക് കുത്തി നോക്കിയപ്പം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പത്ത് പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടും ബേക്ക് ചെയ്യുക കേട്ടോ. കേക്ക് ചൂട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സെറാമിക് പാത്രം എടുത്തിട്ടുള്ളത്. കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുമെങ്കിൽ അതിൽ പഞ്ചസാര ചേർത്തിട്ട് വിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ തേച്ച് കൊടുക്കുക. കേക്കിൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷം മാത്രമേ തേക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു ബൗളിൽ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടാക്കിയ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാലിൻ്റെ ചൂടിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. ഒരു 15 സെക്കൻഡ് നിങ്ങൾ ഇളക്കാതെ വെക്കുക. അതിനുശേഷം ഇത് ഈ ഒരു സർക്കുലർ മോഷനിൽ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഈ ഒരു മിൽക്കിൻ്റെ മിക്സ്ചറായി ചേർന്നിട്ട് നല്ലൊരു ചോക്ലേറ്റ് സിറപ്പായിട്ട് മാറും. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. മിക്സായി വരുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ടാവും. ചൂട് തണഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ പാടുള്ളൂ. ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ടോ അതല്ല ഒരു ബാംബൂ സ്റ്റിക്കില്ലേ, നമ്മൾ സ്ക്യൂവറില്ലേ, അത് ഉപയോഗിച്ചിട്ടോ ഇതുപോലെ കേക്കിൽ കുറച്ച് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. സ്ട്രോ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം കുറച്ചും കൂടി വലിയ ഹോളായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ശരിക്കും കേക്കിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഹോളാക്കിയതിന് ശേഷം ചൂട് തണഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഈ ഒരു കേക്കിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ എല്ലാ ഹോളിലും ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോ പീസ് എടുത്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാലും ആ എല്ലാ പീസിലും ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് കേക്കിൻ്റെ അകത്ത് സ്റ്റഫായിട്ട് ഉണ്ടാവും. എന്നിട്ട് ഏറ്റവും അവസാനം മുകളിലും കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഈ ഹോളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ തണുത്ത് ഇത് സെറ്റായി കഴിഞ്ഞാൽ ഈ ഒരു മേലെ നമ്മൾ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പില്ലേ, അത് കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരുപാട് ഹാർഡല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ. പക്ഷേ നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാലൊന്നും കയ്യിലൊന്നും ആവില്ല. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു റെസിപ്പിക്ക് കാഡ്ബറീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൊക്കോ പൗഡറിന് പകരമായിട്ട് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷേവിങ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതാ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അതല്ല കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളായിട്ടും സെർവ് ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ പുഡിംഗ് ഉണ്ടാവുക. അടിയിലൊരു ലെയർ കേക്ക്, പിന്നെ വിപ്ഡ് ക്രീം, പിന്നെ മേലെ സെറ്റായിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.